ത്രിയേക ദൈവതിരുനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും പരിപാലനത്താലും ശാലേം ടിവിയുടെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രശ്നസങ്കീർണകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആധുനിക ലോകം ഭയവികലതയോടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 365 പരം പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഒരു വർഷം നാം പരിശോധിക്കുമ്പോൾ ഓരോ ദിനവും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ചിന്തയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ഇന്ന് പ്രിയ ദൈവമക്കളുമായി ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഈ ചിന്തയോട് ചേർത്ത് ചിന്തിക്കുവാനായി കർത്താവിൽ ശരണപ്പെടുകയാണ്. ശുദ്ധമുള്ള പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ നാം അവിടെ എങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിങ്ങനെ രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമാകുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയത്ത് നിങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഈ ശുശ്രൂഷയെ വീക്ഷിക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ വായിച്ചു കേട്ട തിരുവെഴുത്തിനെ അവിടുന്ന് വാഴ്ത്തി നുറുക്കണമേ. അടിയനെ ക്രൂശിൻ്റെ പിന്നാമ്പുറത്ത് നിർത്തണമേ. നിൻ്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീകമായ പ്രബോധനങ്ങൾ നൽകുവാൻ ആ വിക്കനായ മോശയുടെ തടിച്ച നാവിനോടുകൂടി ദൈവമേ, അഭിഷേകത്തിൻ്റെ അഗ്നിയിൽ അടിയനെ നിർത്തിക്കൊള്ളണമേ. എല്ലാ മഹത്വവും അറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുക്രിസ്തു മുഖേന താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം വായിച്ചു കേട്ട തിരുവെഴുത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദചിന്തയാണ് വായിച്ചു കേട്ടത്. ഇസ്രായേൽ മക്കളുടെ വിമോചകനായി ദൈവം തിരഞ്ഞെടുത്ത മോശയുടെ നേതൃത്വത്തിൽ 600,000 കൂട്ടം അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്നും തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത നാടായ കനാനിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ദൈവജനം യാത്ര പുറപ്പെട്ട് ഇതാ അവർ ചെങ്കടലിന് സമീപം എത്തിയിരിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്ര ദുസ്സഹമാണ്. വിശാലമായി കിടക്കുന്ന ചെങ്കടലിൻ്റെ അനുഭവം. ജനം അവിടെ കൂടാരം അടിച്ചു എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ജനം തല ഉയർത്തി നോക്കുമ്പോൾ പിമ്പിൽ നിന്ന് ഫറവോനും അവൻ്റെ രഥങ്ങളും കുതിരകളും സർവ്വ സൈന്യങ്ങളുമായി ദൈവജനത്തെ അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൻ്റെ അടിമത്വത്തിലേക്ക് പിടിച്ചുകെട്ടി കൊണ്ടുപോകുവാനായി കടന്നു വരികയാണ്. ജനം മോശയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ അയ്യം വിളിച്ച് കരയുകയാണ്. എന്തിനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്? അവിടെയെങ്കിലും മരിച്ചിരുന്നെങ്കിൽ അടക്കുവാൻ സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഇതാ ഈ കടലിൻ്റെ സമീപത്ത് ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്നൊരു അനുഭവത്തിലേക്ക് നിന്ന് അയ്യം വിളിക്കുമ്പോൾ മോശ ദൈവജനത്തോട് പറയുന്ന വാക്കാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരിക്കലും കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളെ, പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ ഇതുപോലുള്ള വെല്ലുവിളികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരാറില്ലേ? അതേ, മുമ്പിൽ ചെങ്കടലിൻ്റെ അനുഭവം, പിമ്പിൽ ഫറവോനും സൈന്യങ്ങളും ഞെരുക്കുന്ന അനുഭവം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലെ മാറാ രോഗമായിരിക്കാം, കുഞ്ഞേ നിന്റെ കടബാധ്യതയായിരിക്കാം, നിന്റെ മക്കളുടെ ഒരുപക്ഷെ വഴിവിട്ട ജീവിതമായിരിക്കാം, ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കാം. പലപ്പോഴും നീ ചിന്തിച്ചിട്ടില്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, എന്തിനാണ് ഈ ഒരു അനുഭവം? എന്നാൽ ദൈവമക്കളെ ഓർക്കണം, നീ നിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കണം. നീ കടന്നു വന്ന വഴിയെ നീ തിരിച്ചു ചിന്തിക്കണം. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മിസ്രൈമിൻ്റെ ഒരു അടിമ വീടിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. കഠിനഹൃദയന്മാരായ ഫറവോന്മാർ ആട്ടും തുപ്പും പീഡനവുമേറ്റ് ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറിൻ്റെ അടിയേറ്റ് പിളയുമ്പോഴാണ് അവർ ദൈവത്തോട് അയ്യം വിളിച്ച് കരയുന്നത്. ദൈവമക്കളെയും ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു. മോശ തൻ്റെ അമ്മാവിയപ്പനായിരിക്കുന്ന യിത്രോവിൻ്റെ ആടുകളുമായി ഹൊറേബ് പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പതിവിന് വിപരീതമായി ആ പർവ്വതത്തിലെ മുൾപ്പടർപ്പുകൾ ആളി കത്തുകയും അതിലൊരു പച്ചപ്പ് പോലും വാടിക്കരയാൻ നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. അവനിങ്ങനെ സസ്മുഷ്മം വീക്ഷിച്ചു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവനെ പേർച്ചൊല്ലി വിളിക്കുകയാണ്, മോസസ് മോസസ്. അവൻ ആ കാഴ്ച എന്തെന്ന് കാണുവാൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവം വീണ്ടും പറയുന്നു, മോസസ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകൊണ്ട് നിന്റെ കാലിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റുക. എന്നിട്ട് ദൈവം അവനോട് തിരുവായി മൊഴിഞ്ഞുകൊണ്ട് കൽപ്പിക്കുകയാണ്, ഞാൻ അബ്രാഹാമിൻ്റെ ദൈവമാണ്, ഞാൻ ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവവും നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. വീണ്ടുമുള്ള തമ്പുരാന്റെ വചസ്സുകൾ ഇങ്ങനെയാണ്, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു, അവൻ്റെ കരച്ചിൽ ശബ്ദം ഞാൻ കേട്ടു. ദൈവമക്കളെ, തൻ്റെ കുഞ്ഞുങ്ങൾ അയ്യം വിളിച്ച് കരയുമ്പോൾ ആ കണ്ണുനീരിന് മറികടന്നു പോകാത്തവനായ ദൈവം മോശയോട് പറയുകയാണ്, നീ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലണം. നീ ഫറവോനോട് പറയണം, എൻ്റെ ജനത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ മരുഭൂമിക്കപ്പുറമായി ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് അയക്കണം. ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെ കാണുന്നു, മോശ ദൈവത്തോട് ഒഴിവുകഴിവുകളെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മോശ ദൈവത്തോട് പറയുന്ന വാക്കിങ്ങനെയാണ്, എൻ്റെ ദൈവമേ, യഹോവയായ കർത്താവേ, നീ മുമ്പ് അടിയനോട് സംസാരിച്ചപ്പോൾ അടിയൻ നിന്നോട് പറഞ്ഞല്ലോ, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമെന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യന് വായ് കൊടുത്തവനാര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയവനാർ? യഹോവയായ ഞാനല്ലയോ? ആകിയാൽ നീ ചൊല്ലുക, ഞാൻ നിന്റെ വായോട് കൂടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മോശ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയും ദൈവം കൽപ്പിച്ചത് മോസസ് ഫറവോനോട് ഉണർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പുച്ഛിച്ചു തള്ളുന്നൊരു ഫറവോനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവകോപത്തിൻ്റെ കലശങ്ങൾ ഓരോന്നോരോന്നായി വീഴുന്നതും ഓരോ ബാധകൾ ദൈവം മിസ്രൈമിലേക്ക് അയക്കുമ്പോഴും ദുഷ്ടനായ ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കിയാണ്. മനം തിരിഞ്ഞില്ലെങ്കിൽ ദൈവം തൻ്റെ വാളിന് മൂർച്ച കൂട്ടും എന്ന് കൽപ്പിച്ചവനായ ദൈവം ഒടുവിലായി തൻ്റെ സംഹാര ദൂതനെ മിസ്രൈമിൻ്റെ താഴ്വരയിലേക്ക് അയക്കുകയാണ്. ദൈവമക്കളെ, നാം ഇങ്ങനെയാണ് പുറപ്പാട് പുസ്തകം 12 കാണുന്നത്. അതിൻ്റെ 29-ാമത്തെ തിരുവെഴുത്ത്, അർദ്ധരാത്രിയിൽ സിംഹാസന ഫറവോന്റെ ആദിജാതൻ മുതൽ
കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദിജാതൻ മുതൽ മിസ്രൈം താഴ്വരയിലെ സകല കടിഞ്ഞൂലുകളെയും യഹോവയുടെ സംഹാര ദൂതന്റെ വാളിന്റെ വായ്ത്തലയിൽ ഇതാ വെട്ടി വെട്ടി എല്ലാവരെയും കൊന്നു മുടിക്കുകയാണ്. കൊട്ടാരം തുടങ്ങി കൊട്ടിൽ വരെയും അയ്യം വിളിച്ച് കരയുന്നൊരനുഭവം. എന്നാൽ ദൈവമക്കളെ, ആ മിസ്രൈമിൻ്റെ താഴ്വരയിൽ വൈരുദ്ധ്യമായൊരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അർദ്ധരാത്രി ഒരു പറ്റം ജനം തപ്പെടുത്തു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ച. ഒരു പാടിയൻ സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാര ദൂതൻ എന്നെ കടന്നുപോയി, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എന്താണ് അവർ പാടുവാനുള്ള കാരണം? നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 21-ാമത്തെ തിരുവഴുത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. മിസ്രൈമിനോട് ഇടകടന്ന് കിടക്കുന്ന ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് സംഹാരകന്റെ വാളിന്റെ വായ്ത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നത്? ദൈവം കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ചു. അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സംഖ്യയ്ക്കൊത്തവണ്ണം ഊനമില്ലാത്തൊരാട്ടുകൊറ്റിനെ പിടിച്ച് കുളിപ്പിച്ചൊരുക്കി നിർത്തണം. നീസാ മാസം 10-ാം തീയതി. ദൈവമക്കളെ, നീസാ മാസം 14-ാം തീയതി സന്ധ്യയാകുമ്പോൾ കുടുംബത്തിന്റെ പുരോഹിതൻ കൂടി ആയിരിക്കുന്ന ഗൃഹനാഥനായ അപ്പച്ചൻ തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയും മക്കളെല്ലാം വിളിച്ച് കുളിപ്പിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ കുരൽ അറക്കണം. ആ രക്തം ഒരു കിണ്ണത്തിന്മേലെടുത്തിട്ട്, അതവരുടെ വിമോചനത്തിൻ്റെ രാത്രിയാണ്, പാപഭംഗീലമായിരിക്കുന്ന കരങ്ങൾ സ്പർശിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ട് ദണ്ട് ആ കിണ്ണത്തിലെടുത്ത രക്തത്തിൽ ആ മുക്കി കട്ടിളക്കാൽ രണ്ടിന്മേലും കട്ടിളക്കാൽ കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടണം. ദൈവത്തിന് സ്തോത്രം. മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനമൊക്കെയും അക്ഷരം പ്രതി അത് ചെയ്തു. അവർ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിള കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും മുദ്രയിട്ടു. ദൈവമക്കളെ, ഇതാ അർദ്ധരാത്രി സംഹാരദൂതൻ കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം നാം ഇങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൻ്റെ കട്ടിള കുറുമ്പടിമേലും കട്ടിളക്കാൽ മേലും ആ കുഞ്ഞാടിൻ്റെ രക്തം കണ്ടപ്പോൾ സംഹാരകൻ ആ ഭവനങ്ങളെ തെറ്റി ഒഴിഞ്ഞു കടന്നുപോയി. അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട ആ ജനമാണ് അന്ന് രാത്രി പാട്ടുപാടിയതും ദൈവത്തെ സ്തുതിച്ചതും. വൈരുദ്ധ്യമായൊരു കാഴ്ച. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെ തപ്പെടുത്ത പാട്ടുപാടി നൃത്തം ചെയ്ത 600,000 കൂട്ടമാണ് ഇപ്പോൾ ഭയവികലതയോടെ അയ്യം വിളിച്ച് കരയുന്നത്. മുമ്പിൽ ചെങ്കടലിൻ്റെ അനുഭവം, പിമ്പിൽ ഫറവോന്റെ സൈന്യത്തിൻ്റെ അനുഭവം. എന്നാൽ ഇവിടെയാണ് ദൈവപുരുഷനായ മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. നാം അവിടെ അത്ഭുതമായൊരു കാഴ്ച കാണുന്നു. മുമ്പിൽ നിൽക്കുന്നതായ, ഇവരെ വഴി നടത്തിയതായ ദൈവത്തിൻ്റെ ദൂതൻ മുമ്പിൽ നിന്ന് അവൻ യാത്ര അവസാനിപ്പിച്ചു. ആ ദൈവത്തിൻ്റെ ദൂതൻ പിറകിലേക്ക് കടന്നു വരികയാണ്. ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ, അനന്തരം ഇസ്രായേൽ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി പിന്നാലെ നടന്നു. അതേ, മേഘം പിമ്പിലേക്ക് കടന്നു ചെന്നു. ഇസ്രായേൽ സൈന്യവും മിസ്രൈം സൈന്യവും തമ്മിൽ അടുത്തില്ല. ദൈവമക്കളെ, അവസാനത്തെ ഇസ്രായേലിൻ വരെയും ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചൊരുക്കിയ ചെങ്കൽപാതയിലൂടെ മറുകരയിലേക്ക് കടന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയോട് പറയുകയാണ്, മോസസ്, വീണ്ടും നിന്റെ കരമിതാ ചെങ്കടലിലേക്ക് നീട്ടുക. നമുക്കറിയാം, വിഭാഗിച്ചുന്ന ചെങ്കടൽ, അതിലുള്ള ചെങ്കൽപാത കണ്ട് ഫറവോനും സൈന്യവും രഥങ്ങളും കുതിരകളും അതിവേഗം ആ വലിയ വിശാലമായ കടലിലേക്ക് ഇറങ്ങി. യഹോവ ആ രഥങ്ങളെയും കുതിരകളെയും ആ ചെളിയിലൂടെ അവരെ ചിതറിക്കുന്നൊരനുഭവം. അവസാന ഇസ്രായേലൻ വരെയും മറുകര കയറിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, മോസസ്, വീണ്ടും നിന്റെ കരമിതാ കടലിൽ നേരെ നീട്ടുക. വിഭജിച്ചെന്ന ചെങ്കടൽ ദൈവമക്കളെ രണ്ടായി ചേർന്ന് വന്നു.
ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു. അവർ പാടിയതുപോലെ തന്നെ അതെ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവജനമേ, ഇതുപോലൊരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിലൂടെയാണ് ഇന്ന് ആധുനിക ലോകം കടന്നു പോകുന്നത്. ലോകം ഇന്ന് ഭയവികലതയോടെയാണ് നോക്കിക്കാണുന്നത്. മാരകരമായ വ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ഒക്കെയും പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ദൈവജനമേ, ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട. ഇന്ന് വായിച്ച തിരുവെഴുത്തിലൂടെ പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 91 സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് പറയുകയാണ്, നിന്റെ ഒരു ഭാഗത്തായിരവും കുഞ്ഞെ നിന്റെ വലത്തുഭാഗത്ത് 10,000 വീഴും, എങ്കിലും ഒരു വാദിയും നിന്റെ കൂടാരത്തിനടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നൊരു ദൈവം നമ്മുടെ മധ്യ ജീവിക്കുന്നു. ഈ പഴയ നിയമ ചരിത്രം ഒരു നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കുരുളറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ആമീൻ ആ കട്ടുള്ള കുറുമ്പടിമേലും വാതിൽപ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം കണ്ട് സംഹാരകൻ തെറ്റിയൊഴിഞ്ഞ് അതേ അടിമ വീടായ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ചെങ്കടലിനെ വിഭാഗിച്ച് ചെങ്കൽപാതി ഒരുക്കി ഇതാ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ അവരെ തേനും പാലും ഒഴുകുന്ന കനാനിലേക്ക് നടത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തുവിന് മുന്നോടിയായി കടന്നു വന്ന സ്നാപക യോഹന്നാന്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. യേശു ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മെ വീണ്ടെടുക്കുവാനായി സാക്ഷാൽ ദൈവമായവൻ ദൈവവേഷം ത്യജിച്ച് ദാസ്യവേഷം ധരിച്ച് തന്നെ താൻ താഴ്ത്തി ബേത്ലഹേമിലെ കല്ലിടാവിൽ ആമീൻ അവൻ മനുഷ്യനായി പിറന്നു വീഴുകയാണ്. ലൂക്കോസിന്റെ രക്ഷാസുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദൈവസന്നിധി നിൽക്കുന്ന മാലാഖ ദൈവസന്നിധിയിൽ നിന്ന് ലൂക്കോസ് 1:28 അതേ ദൈവദൂതൻ മറിയാമിൻ്റെ അടുക്കിലേക്ക് കടന്നുകൊണ്ട് പറയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടിയുണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അതെ ഈ വന്ദനം കേട്ട് അതേ മറിയം സ്തംഭിച്ചിരിക്കുമ്പോൾ വീണ്ടും ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട മറിയമേ, ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേർ വിളിക്കണം. ദൈവത്തിനു സ്തോത്രം. അതെ ഇതേ മാലാഖ തന്നെയാണ് അതെ ആ വെളിം പ്രദേശത്ത് കിടക്കുന്ന ആട്ടിടയന്മാരോട് പങ്കുവെക്കുന്നതായ സന്ദേശം. ഭയപ്പെടേണ്ട, സകല മാനവജാതിക്കുമുള്ള രക്ഷയുടെ സന്ദേശം. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടയാളം ആമീൻ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ കിടക്കുന്ന ആ കുഞ്ഞു പൈതൽ. അതെ നമുക്കറിയാം, അതേ ആട്ടിടയന്മാർ കടന്നു എന്ന് ആ വലിയ കാഴ്ച മാനവജാതിയുടെ രക്ഷയുടെ പദ്ധതിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന അഥവാ സാക്ഷാൽ ദൈവമായവൻ ദൈവവേഷം ത്യജിച്ച് ദാസ്യവേഷം ധരിച്ച് തന്നെ താൻ താഴ്ത്തി ബേത്ലഹേമിൽ പിറന്നു വീണ് 33.5 തിരുവയസ്സിൽ കാൽവറി ക്രൂശിന്മേൽ അവസാനത്തെ തുള്ളി രക്തവും തൻ്റെ ചങ്ക് കുത്തിപ്പിളർന്ന് മാനവജാതിക്ക് വേണ്ടി ആ രക്തം ഊറ്റിക്കൊടുത്തു. അതുകൊണ്ടാണ് ഭാഗ്യവാനായ പത്രോസ് പറയുന്നത്, വെള്ളി പൊന്ന് തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. വിനയത്തോടെ പറയട്ടെ, 2020 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജാതിക്കും വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പദ്ധതി യോഹന്നാന്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൽ അതേ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ദൈവമക്കളെ, ആ വെളിച്ചം ഏതെല്ലാം മേഖലകളിൽ കടന്നു എന്നുവോ അവിടെ നിന്ന് ഇരുളിൻ്റെ അനുഭവം ഓടിയകന്നു പോയി. കൃപയാൽ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിന് പറയട്ടെ, കഴിഞ്ഞ 27 വർഷക്കാലം ഭാരതത്തിൻ്റെ കുഗ്രാമങ്ങളിൽ ഇരുളടഞ്ഞ എല്ലാവരാലും ത്യജിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഈ മിഷൻ വേലകളുമായി ഈ രക്ഷാ സന്ദേശവുമായി കടന്നു ചെല്ലുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ പറയട്ടെ, അവിടെ പ്രകൃതിയെ ആരാധിച്ചിരുന്നവർ എല്ലാവരാലും അവഗണിക്കപ്പെട്ടവർ, അതേ വിശക്കുന്നവനിടയിൽ അവന് ഭക്ഷണമായും നഗ്നനിടയിൽ അമീൻ വസ്ത്രമായും
വിദ്യാവിഹീനന് വിദ്യ പകർന്നും ആമീൻ ഈ വെളിച്ചം കടന്നു നിന്നപ്പോൾ അനേക കാട്ടുപ്രാക്കൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. വചനമനുസരിച്ച് അവർ സഭയോട് ചേർന്നു. യേശു കർത്താവിൻ്റെ രക്തശരീരങ്ങൾക്ക് ഭാഗവക്കളായി നന്ദിയോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമക്കളെ, ആ യേശു ഇന്ന് രാത്രികാലം ഈ വചനം ശ്രവിക്കുന്ന ദൂരത്തും ചാരത്തും ലോകത്തിൻ്റെ കോണിൽ നിന്ന് ഈ വചനം ശ്രവിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, കുഞ്ഞേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് നീ ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഈ ചെങ്കടലിൻ്റെ അനുഭവം ഉണ്ടാകും. ദൈവപൈതലേ, നിന്റെ പിമ്പിൽ ഫറവോന്റെ സൈന്യം ഉണ്ടായിരിക്കും. എന്നാൽ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ രക്തമൂറ്റിയ പ്രാണപ്രിയം പറയുകയാണ്, ദൈവ പൈതലേ, നിന്റെ ഭാരങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. ഒന്ന് കർത്താവിന് വേണ്ടി ജീവിതം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവമക്കളെ, വർഷങ്ങൾ 2000 പിന്നിട്ടിട്ടും ഇന്നും എന്തുകൊണ്ട് ഈ വെളിച്ചം ഞാനും നിങ്ങളും ഉൾക്കൊണ്ടിട്ടില്ല? ഇന്ന് രാത്രികാലം വിനയത്തോടെ പറയട്ടെ, നീ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ മുഴങ്കാലുകളൊന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, രോഗമാകട്ടെ, കടബാധ്യതകളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ഒരു കാര്യം ദൈവജനം ഓർത്തുകൊള്ളണം, ക്രിസ്തീയ ജീവിതം ഇടുക്കവും ഞെരുക്കമുള്ളതാണ്. നമുക്ക് ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചെങ്കടലിനെ വിഭാഗിച്ചിട്ട് ചെങ്കൽപ്പാതി ഒരുക്കി മറുകരയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര ഒരു മരുഭൂ പ്രയാണത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ജനം പിറുപിറുക്കുകയാണ്. മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിൽ ആ നടന്ന ജനതയിൽ ആമീൻ പറയട്ടെ, നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായിരിക്കുന്ന കാലേബും ഒഴികെ യാത്ര പുറപ്പെട്ട സംഘം ബാക്കി മുഴുവനും മരുഭൂമിയുടെ അനുഭവത്തിൽ പട്ടുപോകുകയാണ്. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി, ഒരു നിഴലാണ് പഴയ നിയമസഭ. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൊരുളാണ്. ദൈവജനം തിരിച്ചറിയണം. നിന്റെ ഇന്നലകളൊന്ന് ഓർക്കണം. കുഞ്ഞേ, ഒന്നുമില്ലാത്തൊരനുഭവം നിനക്കില്ലായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവം നിന്റെ ജീവിതത്തിലില്ലായിരുന്നു. കടബാധ്യതക്കാർ നിന്നെ ഞെരുക്കിയൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ. ചോർന്നൊരിക്കുന്ന വക്കിയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ. ഒരു ജോലിയില്ലാത്ത അനുഭവം ഉണ്ടായിരുന്നല്ലോ. സ്വർഗത്തിലെ വലിയവനായ ദൈവം നീ ചോദിച്ചത് മുഴുവനും നൽകി. ഇസ്രായേൽ മക്കൾ അതേ ആ മരുഭൂ പ്രയാണത്തിൽ ഭക്ഷണമില്ലാതെ അയ്യം വിളിക്കുമ്പോൾ അവർക്ക് തേനിനേക്കായാലും തേൻകട്ടിയേക്കായാലും മാധുര്യമുള്ള മന്ന വർഷിച്ച് അവരെ തൃപ്തിപ്പെടുത്തി. ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കാടപ്പക്ഷിയെ കൊടുത്തു. ദാഹജലം മരുഭൂമിയിൽ ഒഴുക്കി കൊടുത്തു. എങ്കിലും ജനം ദൈവത്തിനും മോശയ്ക്കും അഹ്റോനും എതിരെ പിറുപിറുക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, പിറുപിറുപ്പിൻ്റെ അനുഭവം മരുഭൂ പ്രയാണത്തിൽ പട്ടുപോകും. മരുഭൂമിക്കപ്പുറത്തേക്കുള്ള നിത്യത ദൈവവൈതലേ നഷ്ടമായി തീരും. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോഴും ദൈവജനം തിരിച്ചറിയണം, നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ രക്തമൂറ്റി നിന്നെ വീണ്ടെടുത്തൊരു പ്രാണപ്രിയനുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. എൻ്റെ ദൈവജനം തിരിച്ചറിയണം. ഇന്നൊരു പോസ്പിരിറ്റി തിയോളജിയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ, പ്രതിസന്ധി നിറഞ്ഞതാണ്. യേശു പറഞ്ഞു, ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെണ്ണം തുലോം കുറവാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ വിശാലമായ വഴി, അതിലൂടെ സഞ്ചരിക്കുന്നവരെണ്ണം ഒത്തിരി ഒത്തിരി അധികമാണ്. എന്നാൽ ഓർക്കണം, ആ വിശാലമായ വഴി നിത്യ നരകാഗ്നിയിലേക്കുള്ളതാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നമ്മുടെ പിതാക്കന്മാരും പൂർവികന്മാരും ആ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ദൈവത്തെ മുറുകെ പിൻപറ്റി ജീവിച്ചു. ഈ വചനം ശ്രവിക്കുന്ന ദൈവ പൈതലേ, യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. ദൈവജനമേ, 2020 വർഷം മുമ്പ് ചങ്കില ചോര ഊറ്റി തന്ന കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ശിരസ്സുകൾ നമിക്കാം. ആ കാൽവറി ക്രൂശിനെ നമുക്ക് ധ്യാനിക്കാം. അതേ 2020 വർഷം മുമ്പ് സകല മാനവജാതിക്കും വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പദ്ധതി നസ്രായനായ യേശു ക്രിസ്തു. നമുക്ക് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരാം. നീ ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വെല്ലുവിളികളുണ്ടോ? കുഞ്ഞെ, നീ ഒരു സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രികനാ കുഞ്ഞെ. ഇവിടെ നിനക്ക് കഷ്ടത ഉണ്ടാകും, നിനക്ക് ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ ക്രൂശിന്റെ സന്നിധിയിലേക്ക് നീ കടന്നിയല്ല. ആ ക്രൂശിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറ, അപ്പാ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രതിസന്ധികളുണ്ട്. നിന്നെ അലട്ടുന്ന
അലട്ടുന്ന രോഗമാണോ, നിന്നെ അലട്ടുന്ന കടബാധ്യതയാണോ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളാണോ, പൗലോസ് പറഞ്ഞതുപോലെ നഗ്നതയോ പട്ടിണിയോ ആപത്തോ എന്ത് വന്നാലും യേശുവുള്ള സ്നേഹത്തിൽ നിന്ന് കുഞ്ഞെ നിന്നെ അകറ്റുവാൻ ഇടവരരുത്. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. യേശുവിനോട് പറ, കർത്താവേ, ഞാനൊരു പാപിയാണ് ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പിറുപിറുപ്പുകൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പഴയ നിയമ ഇസ്രായേൽ മക്കളെ പോലെ അവരുടെ വായിൽ മന്നയിരിക്കുമ്പോൾ, അവരുടെ പല്ലിനിടയിൽ ഇറച്ചിയിരിക്കുമ്പോൾ ഞങ്ങളും ഇതുപോലെ പിറുപിറുത്തിട്ടുണ്ട്. എന്നാൽ പിറുപിറുക്കുന്ന ഒരു വ്യക്തി ജീവിതവും മരുഭൂമിക്കപ്പുറം ദൈവപർവ്വതത്തിലേക്ക് കടന്നു ചെല്ലത്തില്ല. പുതിയ നിയമസഭയിലും യേശു കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പതറിപ്പോകാതെ ആ ക്രൂശിനെ നോക്കി ജീവിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഈ വചന കേൾവി അതേ ഈ മക്കൾക്കെല്ലാവർക്കും നീ ഭാഗ്യം കൊടുക്കണമേ. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. യേശു ക്രിസ്തു മുഖേന താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.